ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും അതുപോലെ തന്നെ സ്പീക്കർ എൻ ഷംസീർ അടക്കമുള്ള നേതാക്കൾ മാഹിയിൽ സഖാവ് പുഷ്പൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സഖാവ്, ജില്ലയിലെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വഴിനീളെ സഖാവ് പുഷ്പൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ആളുകൾ നിൽക്കുന്നുണ്ട്. അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമുണ്ട്. തലശ്ശേരി ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആളുകൾക്ക് കാണാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൂത്തുപറമ്പ് സമരത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മ നിലനിൽക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിനടുത്തെത്തും. ആ കൂത്തുപറമ്പ് ടൗണിൽ ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയതിന് ശേഷം നേരെ പാട്യം അതുപോലെ തന്നെ പൂക്കോം വഴി അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വഴിനീളെ ആളുകളിപ്പോൾ കാത്തു നിൽക്കുകയാണ്. ആവേശകരമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ദാർഢ്യത്തെ അംഗീകരിക്കുന്ന സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകൾ ഇന്ന് വഴിനീളെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർക്കൊക്കെ കാണാനുള്ള അവസരം നൽകിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശത്ത് ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത്.